മെസ്സി തട്ടിപ്പിൽ വിജിലൻസ് അന്വേഷണം നടത്താൻ സർക്കാർ നീക്കം. വിദേശത്തേക്ക് കടത്തിയ 126 കോടി രൂപയുടെ സാമ്പത്തിക സ്രോതസ്സും ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ച നടപടികളും അന്വേഷിക്കും. കായിക വകുപ്പ് സെക്രട്ടറി സമർപ്പിച്ച റിപ്പോർട്ട് മന്ത്രിസഭ ചർച്ച ചെയ്യും. ഇതിനുശേഷമാകും അന്വേഷണം പ്രഖ്യാപിക്കുക. വിവരങ്ങളുമായി MS വീണ ഒപ്പം ചേരുകയാണ്. വീണ, അങ്ങനെ മെസ്സിയുടെ വരവും 126 കോടിയും ഒക്കെ ഇങ്ങനെ സജീവ ചർച്ചയായി നിൽക്കുകയാണ്. മെസ്സി വന്നില്ല, പണം പോവുകയും ചെയ്തു. ഏതു വഴിക്ക്, എങ്ങോട്ട് എന്ന ചോദ്യം നിൽക്കുമ്പോഴാണ് അവിടെ വിജിലൻസ് അന്വേഷണം വരും എന്ന് കേൾക്കുന്നത്. ഈ ഇലക്ഷനൊക്കെ മുൻപ് അടൂർ പ്രകാശ് UDF കൺവീനർ പറഞ്ഞ വാക്ക് ഓർത്തുപോകുന്നു. അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങളെ പൂട്ടേണ്ട രീതിയിൽ പൂട്ടാൻ ഞങ്ങൾക്കറിയാം എന്ന്. അന്വേഷണം ഉണ്ടാകുമെന്ന് ഉറപ്പാണോ? നമസ്തേ കൃഷ്ണരാജ്, അശ്വതി. തീർച്ചയായും അന്വേഷണം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗവും കായിക വകുപ്പ് സെക്രട്ടറി നൽകിയ റിപ്പോർട്ടിന്മേൽ ചർച്ചയുണ്ടാകും. ആ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ ഒരു അന്വേഷണം സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. പക്ഷെ നമുക്ക് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം വിജിലൻസ് അന്വേഷണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നടത്താൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. കാരണം ഒന്ന്, ഈ മെസ്സിയെ കൊണ്ടുവരുന്നതിനുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ നടന്ന നടപടികൾ ഒരു സ്വകാര്യ കമ്പനിക്ക് ലാഭമുണ്ടാക്കാൻ നടത്തിയ നീക്കമാണോ എന്നുള്ള സംശയം ബലപ്പെടുന്നുണ്ട്. ആ സംശയം ബലപ്പെടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം റിപ്പോർട്ടർ TVയുടെ ആൾക്കാരെ എന്തുകൊണ്ട് സ്പോൺസറായി, ഉടമകളെ എന്തുകൊണ്ട് സ്പോൺസറായി തിരഞ്ഞെടുത്തു എന്നുള്ളൊരു ചോദ്യത്തിന് ഇപ്പോഴും മുൻ സർക്കാരിൻ്റെ മുൻ കായിക മന്ത്രിക്കും കൃത്യമായിട്ടുള്ളൊരു ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല. ഒരു ടെൻഡർ വിളിക്കുകയോ അതല്ല ഒരു താല്പര്യപത്രമോ നൽകാതെയാണ് റിപ്പോർട്ടർ TVയെയും അവരുടെ ഉടമകളെയും ഈ മെസ്സിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നിലുള്ള ഈ ഒരു പ്രവർത്തനങ്ങൾക്കും നീക്കങ്ങൾക്കുമൊക്കെ അവരുടെ ടെൻഡർ ക്ഷണിച്ചതും അവരുമായി കരാറുകൾ വയ്ക്കുകയും ഒക്കെ ചെയ്ത കരാറുകളിലടക്കം നിരവധി പഴുതുകൾ ഉണ്ട് എന്നുള്ള ആ റിപ്പോർട്ട് പുറത്തു വന്നതിനടക്കം ബോധ്യപ്പെട്ട സാഹചര്യമുണ്ട്. സർക്കാരിന് അധിക ബാധ്യത ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് വരുത്തി വെച്ചിരിക്കുന്നത്. ഒരു സർക്കാർ അധികാരത്തിലേറി മറ്റൊരു സർക്കാർ വന്നാൽ പോലും സർക്കാരിന് അധിക ബാധ്യത ഉണ്ടാക്കുന്നു. ഒപ്പം തന്നെ സർക്കാർ വകുപ്പുകളുടെ ദുർവിനിയോഗം നടന്നു എന്നുള്ള വിമർശനങ്ങൾക്ക് സാധൂകരിക്കുന്ന വിവരങ്ങളടക്കം ഈ ഒരു റിപ്പോർട്ടിലുണ്ട്. ആ സാഹചര്യത്തിൽ തന്നെയാണ് അതിൽ പഴുതടച്ചുള്ള ഒരു അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ളൊരു ആവശ്യം കൂടി അന്വേഷണ റിപ്പോർട്ടിൽ ഉന്നയിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ തന്നെയാണ് ഈ സാമ്പത്തിക ക്രമക്കേടടക്കം അന്വേഷിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെയാണ് വിജിലൻസ് അന്വേഷണം വേണമെന്നുള്ളൊരു ആവശ്യവും അക്കാര്യത്തിൽ ഉയർന്നിരിക്കുന്നത്. അതിനാൽ തന്നെ ഒരു വിജിലൻസ് അന്വേഷണമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക SIT സംഘത്തെ രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കാൻ തന്നെയാണ് സാധ്യത. കാരണം സാമ്പത്തിക സ്രോതസ് അടക്കം കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല, ഇടതുപക്ഷ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ, ഈ മെസ്സിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് തരത്തിലാണ് ചർച്ച നടന്നത്, ഔദ്യോഗിക വൃത്തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എംബസി മുഖാന്തരം സർക്കാർ തലത്തിൽ നിന്ന് അത്തരത്തിലേക്ക് ഒരു ചർച്ച നടന്നു. വരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിരുന്നു. ഈ 26 കോടി രൂപ അത് വിദേശത്തേക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ധാരണയാണുള്ളത്, ആ ധാരണയിലെ വിശദമായ അന്വേഷണം, ഒപ്പം തന്നെ ഈ പണം നൽകിയ റിപ്പോർട്ടർ TVയുടെ സാമ്പത്തിക ഉറവിടം, ആ സ്രോതസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണം, മറ്റ് ഇടപാടുകൾ, കരാറിലെ കൂടുതൽ വിശദാംശങ്ങൾ, ഇക്കാര്യങ്ങളിലടക്കം വിശദമായിട്ടുള്ള അന്വേഷണം നടത്താൻ തന്നെയാണ് തീരുമാനം. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല ന്യായീകരണങ്ങൾ പറയുമ്പോൾ പോലും ഈ മെസ്സിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു തീരുമാനം ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല എന്നുള്ള പല ന്യായീകരണങ്ങൾ നിരത്തുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രഖ്യാപനം, അതുപോലെ തന്നെ സ്റ്റേഡിയത്തിലെ നവീകരണ പ്രവർത്തനങ്ങൾ, ആ നവീകരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ വിശദമായ അന്വേഷണം വേണമെന്നുള്ളതാണ്. ഈ സാമ്പത്തിക ഇടപാടുകൾ അത് സർക്കാർ തലത്തിൽ വഴിവിട്ട എന്തെങ്കിലും ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ, ആ ഇടപാടിൻ്റെ പേരിൽ റിപ്പോർട്ടർ TVക്കോ റിപ്പോർട്ടർ TVയുടെ ഉടമകൾക്കോ മറ്റെന്തെങ്കിലും ലാഭകരമായിട്ടുള്ള കാര്യങ്ങൾ സർക്കാർ തലത്തിൽ നിന്ന് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം അന്വേഷിക്കണമെന്ന് തന്നെയാണ് നിലവിൽ സർക്കാരിൻ്റെ തീരുമാനം. അതിനാൽ തന്നെ ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് വിശദമായി ചർച്ച ചെയ്തതിനു ശേഷം വിജിലൻസ് അന്വേഷണത്തെ സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃഷ്ണരാജ്, അശ്വതി.